പിന്നെ വളരെ ഹാപ്പിയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രാസ് ബേർഡ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന മാതിരിയുള്ള പക്ക ഹാബിറ്റാറ്റിലും പക്ക പെർച്ചിലാണ് കിട്ടിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഗ്രാസ്. വന്നു കണ്ടു, നല്ല പിക്ചേഴ്സ് കിട്ടി, നല്ല പാച്ച്. ഓക്കെ ഓക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈഫായിരുന്നു. വളരെ ഹാപ്പിയായി. ഓക്കെ. ബാക്കിലെ സ്ട്രീക്കിങ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് പോകണം. ബെസ്റ്റ്. ആദ്യമായിട്ടാണ് ബ്രസീലിലെ ഗ്രാസ് ബേർഡ് ഒക്കെ ഇട്ട് സെൽഫി എടുക്കുന്ന ആളെ കാണുന്നത്. എവിടെ? ഓ സൂപ്പർ. എവിടെ ബൈ. അപ്പോൾ എല്ലാവരും ഗ്രാസ് ബേർഡിനോട് താങ്ക്സ് പറഞ്ഞിട്ട് പോവുകയാണ്. ഗ്രാസ് ബേർഡ് അവിടെ ഇരിക്കുന്നു. ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് മതിയായി, കണ്ട് മതിയായി, തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു. ഇവിടെ ഇരിക്കട്ടോ, നാളെ ആൾക്കാരെ വിടാം. അവരൊക്കെ ഇന്ന് ദർശനം കൊടുക്കണം കേട്ടോ. അവിടെ നിന്ന് സൈഡ് കിട്ടുമോ? ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടാണ്. നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് ബ്രസീൽഡ് ഗ്രാസ് ബേർഡ് എന്ന മുള്ളൻ പുൽക്കുരുവിയാണ്. ഈ പക്ഷി ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രജനനം നടത്തുകയും തുടർന്ന് മഞ്ഞുകാലത്ത് തെക്ക് ഇന്ത്യയിലേക്ക് ദേശാടനം നടത്തുകയും ചെയ്യുന്ന വളരെ അപൂർവമായ ഒരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഉയരമുള്ള പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ച് ജീവിക്കും. വളരെ അപൂർവമായിട്ട് പുള്ളി പുറത്തേക്ക് വരുള്ളൂ. അപ്പോഴാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. അപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ ജീവിക്കുന്ന വളരെ അപൂർവമായ പക്ഷി നമുക്ക് കൂറ്റനാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഒരിക്കൽ വന്നു, കുറച്ച് ദിവസം നിന്നിട്ടത് പോയി. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 മാസത്തോളമായി ഈ പ്രദേശത്ത് തന്നെ അങ്ങനെ അധിവസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ കാണാനാണ് നമ്മൾ സുഹൃത്തുക്കളും പക്ഷി നിരീക്ഷകരും എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ പുല്ല് മൂടിയ സ്ഥലത്ത് എത്തിയപ്പോൾ ഏകദേശം അരമണിക്കൂറിലധികം സമയം നമ്മളിവിടെ കാത്തു നിന്നു കേട്ടോ. കുറേ നേരം കാത്തു നിന്നപ്പോഴാണ് പുല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ മുകളിലേക്ക് ഒന്ന് പൊങ്ങി പറക്കും. അത് നേരെ പെട്ടെന്ന് താഴേക്ക് തന്നെ വന്നിരിക്കും. അങ്ങനെ വീണ്ടത് പുല്ലിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കും കേട്ടോ. ഡോക്ടർ ജി, ഈ സൈഡിൽ കൂടെ പോ, ഇങ്ങോട്ട് ഈ ലെഫ്റ്റിലേക്ക് തിരി, ലെഫ്റ്റിലേക്ക്. നീ അടുത്ത് പോകണ്ട, നീ ലെഫ്റ്റിലേക്ക് പോയാൽ മതി. ലെഫ്റ്റിലേക്ക് വന്നോട്ടോ, നല്ല ഷോട്ടാണ്. ഇപ്പം എന്താ വെച്ചാൽ പുള്ളി ഈ പുല്ലിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കാണ്ട് പുല്ലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ പാകത്തിന് നമ്മളെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു അവസരമായി. പുള്ളിനെ നന്നായിട്ട് അടുത്ത് കാണാനും കിട്ടി, നിറയെ ഫോട്ടോ എടുക്കാനും പറ്റി. പക്ഷേ അടുത്തുണ്ടോ ഇനി ഫോക്കസ് ചെയ്ത് എടുത്താൽ മതി. അവനോട് സ്വന്തമായിട്ട് മാറട്ടെ, അതുവരെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രസീൽ ഗ്രാസ് ബേർഡ് വളരെ അടുത്താണ് കേട്ടോ. നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് പണിയെടുത്താണ് ഇപ്പോൾ അവനെ അടുത്ത് കിട്ടിയത്. ഒട്ടും പേടിയില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. വളരെ റെയർ ബേർഡാണ്. ഈ പക്ഷി നമ്മുടെ മൈനയുടെയൊക്കെ അത്രയൊക്കെ വലുപ്പമുള്ളൂ കേട്ടോ. ഇത് പൊതുവേ തവിട്ട് നിറമാണ്. പുറത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വരണ്ടാവും. പിന്നെ വയറുഭാഗമൊക്കെ മങ്ങിയ നിറമാണ് കേട്ടോ. ഈ പക്ഷിക്ക് ബ്രസീൽഡ് ഗ്രാസ് ബേർഡ് എന്ന പേര് കൂടാണ്ട് ബ്രസീൽഡ് ഗ്രാസ് വാർബിളർ എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. ഈ പക്ഷി ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ പക്ഷിവർഗം ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ട്. ഇവ കൂടുന്നത് നദികളുടെ ഓരത്തൊക്കെയാണ്. വളരെ അടുത്തുണ്ട്.
അപ്പോൾ അവിടെ ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് വളരെ അടുത്ത്. ഇത് മാത്രമല്ല, മറ്റേ സംഭവം ഉണ്ടല്ലോ, കോമൺ ഗ്രാസ് ബേർഡ്. അതെ, അതൊക്കെ വളരെ അങ്ങനെ ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ, വളരെ അടുത്ത്. നമ്മുടെ ബേഡേഴ്സാണിത്. നോവൽജി, ഡോക്ടർ ധന്യ, അരുൺ വർഗീസ്. ആ ട്വിക്സ് അതിൻ്റെ ഫ്രണ്ടിലുള്ളായിരുന്നേ. ഉള്ളിലത്തെ പറക്കാൻ മറന്നു. നമ്മൾ ഇത്രയും നേരം എടുത്ത് വെയിറ്റ് ചെയ്തല്ലേ, അപ്പം ഇവിടെ ഇരുന്ന് വരുന്നല്ലേ. ആ അതെ, അടിപൊളി. ആ കറക്റ്റാണ്. വെയിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 5:30 ഉള്ളിൽ ടൈം. 5:30 കഴിഞ്ഞു, ഉള്ളിലെത്തി. ഇപ്പോൾ നോവൽജിയും ബേർഡും തമ്മിൽ 5 മീറ്റർ ദൂരമുള്ളൂ കേട്ടോ. കറക്റ്റ് ഇത് ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് അടുത്ത്. ഡോക്ടർജി സംഭവം കുറേ നേരം നമ്മളെ എവിടെ അവിടെ ഉണ്ട് കുറേ നേരം നമ്മളെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും പുള്ളി വന്നു. ആ ഒരു തുണ എവിടെ? അവിടെ നിന്ന് സൈഡ് കിട്ടുമോ? കുറച്ച് അങ്ങോട്ട് കയറിക്കാം, അങ്ങോട്ട് ആ ഭാഗത്ത് കയറുന്നാലേ കറക്റ്റ് എൻ്റെ സൈഡ് വൈസ് എടുക്കാം. കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് വയ്ക്കുമോ? ബാക്കിലെ സ്ട്രേക്കിങ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് പോകണം. ഇവിടെ വന്ന് കണ്ടേലേ ഈ പക്ഷിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ രാവിലെ പുള്ളി 7:15 സമയത്തേക്ക് പുറത്തിറങ്ങും. വെയിൽ അധികം വരാനും പാടില്ല, എന്നാൽ മഞ്ഞ് വിട്ടിട്ടും ഉണ്ടാവണം. ആ സമയത്തേക്ക് പുറത്തേക്ക് വരും. പിന്നെ കുറച്ച് നേരത്തേക്ക് പുറത്ത് കാണാം. അത് കഴിഞ്ഞ് വീണ്ടും പുല്ലിൻ്റെ ഉള്ളിൽ പോകും കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 5:30 ശേഷമാണ് വീണ്ടും പുല്ലിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ വളരെ കാത്തിരുന്നാലാണ് പുള്ളിനെ കാണാൻ കിട്ടുക നമുക്ക്. ഈ പക്ഷികൾ ഭക്ഷിക്കണതേ പുല്ലിൻ്റെ ഇടയിലെ ചെറു ജീവികളും പ്രാണികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത് 5 മീറ്റർ പോലും അകലമില്ല. അങ്ങനെയാണ് ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് നിൽക്കുന്നത് കേട്ടോ. അത്ര റെയറായ പക്ഷിയാണ്. ഇത്ര നല്ലൊരു സൈറ്റിങ് വളരെ റെയറായിട്ട് കിട്ടിയത് കേട്ടോ. ഈ പുല്ല് വളർന്ന് നിൽക്കുന്ന ഈ പ്രദേശം ശരിക്കും ഒരു നെൽവയലാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് നിറയെ പുല്ല് വളർന്ന് നിൽക്കുകയാണ്. ഇത് നല്ല ഹൈറ്റ് വരുന്ന പുല്ലാണ്. ഒരു മനുഷ്യൻ്റെ പകുതിയിലധികം ഹൈറ്റും വരും. അപ്പോൾ അങ്ങനെയുള്ള ആ പുല്ല് വളർന്ന് നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ പക്ഷി അതിൻ്റെ അധിവാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്ന്. ഡോക്ടർ ജി, ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ. ഇതിന് ഫീസ് ഉണ്ട്. ഇത്ര അടുത്ത് കാണിച്ചതന്നെ ഫീസ് തരണം. അഞ്ഞ് ഡോക്ടർക്ക് അടുത്ത് പോകണ്ട. ഇത് മാക്സിമം ആയി. നമ്മളിപ്പോൾ കണ്ടിരുന്നു ഈ പക്ഷി പുറത്തേക്ക് വരാൻ മടിയാണെങ്കിലും മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്തൊക്കെ വന്നിരിക്കും. ഇതിപ്പോൾ നമുക്ക് 5 മീറ്ററിലും താഴെയുള്ള അകലത്താണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് എന്നാൽ പോലും പക്ഷിക്ക് ഒട്ടും തന്നെ പേടിയില്ല. ശരി, ഗ്രാസ് ബേർഡിൻ്റെ സെൽഫി എടുക്കുക.
ബെസ്റ്റ്. ആദ്യമായിട്ട് ഒന്നും എടുത്തേ, ആദ്യമായിട്ടാണ് ബ്രസീലിലെ ഗ്രാസ് ബേർഡ് ഒക്കെ ഇട്ട് സെൽഫി എടുക്കുന്ന ആളെ കാണുന്നത്. എവിടെ? ഓ സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് നോക്കി ഇവിടെ ഒന്നും ഒരു തടസ്സമില്ല. നമ്മുടെ കൂടെയുള്ള നോവൽജി പാലക്കാട്ടുകാരാണ്. അദ്ദേഹം IT മേഖലയിലാണ്. പിന്നെ ഡോക്ടർ ധന്യ, അദ്ദേഹം കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അരുൺ എറണാകുളംകാരനാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ കുറേശ്ശെ വെളിച്ചം പോയി വരുന്നുണ്ട് അല്ലേ? ബൈ. അപ്പോൾ എല്ലാവരും ഗ്രാസ് ബേർഡിനോട് താങ്ക്സ് പറഞ്ഞിട്ട് പോവുകയാണ്. ഗ്രാസ് ബേർഡ് അവിടെ ഇരിക്കുന്നു. ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് മതിയായി, കണ്ട് മതിയായി, തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു. ഇവിടെ ഇരിക്കട്ടോ, നാളെ ആൾക്കാരെ വിടാം. അവരൊക്കെ ഇന്ന് ദർശനം കൊടുക്കണം കേട്ടോ. ഓ നല്ല പുല്ലാണേ. ഹാപ്പിയോ? പിന്നെ വളരെ ഹാപ്പിയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രാസ് ബേർഡ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന മാതിരിയുള്ള പക്ക ഹാബിറ്റാറ്റിലും പക്ക പെർച്ചിലാണ് കിട്ടിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഗ്രാസ്. നമ്മളെ കുറെ നേരം പണിയെടുത്തു. എന്നിട്ട് ഞാൻ ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ചു. അല്ല, ഞാനും വിചാരിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ്. 5 മണി ആയിട്ടും കിട്ടാതിരുന്നപ്പോ, പക്ഷെ ഇപ്പോഴും അതവിടെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് 6 മണി ഉണ്ടാവും അല്ലേ? 6 മണി. നമുക്കൊരു 5:30. നേരത്തെ നമ്മൾ പറഞ്ഞു 5:30 അവൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 5:30 പുള്ളി വന്നു. പിന്നെ കറക്റ്റ് 6 മണിയുടെ പുള്ളി. അടിപൊളി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ ഡോക്ടർ ജി? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ. സന്തോഷം. വന്നു, കണ്ടു, നല്ല പിക്ചേഴ്സ് കിട്ടി, നല്ല പാച്ച്. ഓക്കെ ഓക്കെ. അരുൺജി എന്താ പറഞ്ഞു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ലൈഫായിരുന്നു. വളരെ ഹാപ്പിയായി. ഓക്കെ. ശരി. ഈ ഗ്രേ ഹോണ്ടിൽ ഇവിടെ ഉണ്ടാവുന്നതാണോ? ഉണ്ട്. അപ്പോൾ ഗൈസ്, നല്ലൊരു ബേർഡിങ്ങിന് ശേഷം നമ്മൾ മടങ്ങുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഗ്രാസ് ബേർഡിനെ ഗംഭീരമായിട്ട് കാണാൻ പറ്റി. കുറേ നേരം പുള്ളികളോട് ചിലവഴിക്കാനും പറ്റി കേട്ടോ. അപ്പോൾ നല്ല ഫോട്ടോസും കിട്ടി. അപ്പോൾ ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.